നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് സ്ട്രിങ് പെർഫോമൻസ് ആണ്. അതായത് ഞാൻ എടുക്കുന്ന സ്റ്റോക്ക് ACCയുടെ പെർഫോമൻസ് ആണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ സ്കാൽപ്പിംഗ്, ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡിംഗ് ഏതാണ് നമ്മൾ ഏതാണ് ചെയ്യുന്നത് അതനുസരിച്ച് ഇതിൻ്റെ ടൈം ഫ്രെയിം മാനുവലി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ സോഫ്റ്റ്വെയർ വിൻഡറിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. കോൾ ആർ വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ACCയുടെ പെർഫോമൻസ്. ആക്ച്വലി ACC നോക്കുകയാണെങ്കിൽ നമുക്ക് മാർച്ചിൽ വന്ന ട്രേഡാണ്. 18-ാം തീയതി മാർച്ച്. ഞാനിപ്പോൾ എടുക്കുന്നത് ഇന്ന് 4th ഏപ്രിലാണ്. അപ്പോൾ ഇത് നമുക്ക് ACCയിൽ വന്നിരിക്കുന്ന ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും 1901 വന്നിരിക്കുന്ന 10:15 18-ാം തീയതി വന്നിരിക്കുന്നതാണ്. ആ ട്രേഡ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് കുറച്ച് ഡൗണിൽ പോയതാണ്. പക്ഷേ നമ്മുടെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരോ ഇല്ല, സിഗ്നൽ ഗ്രീൻ അപ്പ് ആരോണ് ബൈ സിഗ്നൽ വരുമ്പോൾ അലേർട്ട് മെസ്സേജും അതുപോലെ തന്നെ ഏറ്റവും മേഖലയിൽ അലേർട്ട് വിത്ത് സൗണ്ടോടുകൂടി കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേഖലയിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. 1901 ഡീറ്റെയിൽസ് എല്ലാം കണ്ടോ. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൺഫേം ആണെന്ന് നോക്കുക. അതെങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ബൈസിക്കിൾ ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ ആരോ വന്നതിന് ശേഷം പ്രൈസ് നോക്കിയാൽ ഇവിടെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. അതുപോലെ ആരോടെ താഴത്തെ ബാറിലെ ഓരോ ക്യാൻഡിലും ഓരോ ബാർ താഴെ ഫോം ചെയ്യുക. അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. താഴത്തെ നമ്മുടെ കൺഫർമേഷൻ ബാർ അത് ഗ്രീൻ ആയിരിക്കും. 2 കൺഫർമേഷൻ ഉള്ള ട്രേഡുകൾ മാത്രമേ നമ്മൾ പിക്ക് ചെയ്യാവുള്ളൂ. ബൈസിക്കിൾ വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ ആ ട്രേഡ് എടുക്കാൻ നിർത്താം. ഈ ട്രേഡ് വന്ന ശേഷം നമുക്ക് താഴത്ത് നോക്കിയാൽ 1921, 38, 55 3 ടാർഗറ്റായിരുന്നു. 3 ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ശേഷം ഫോർ എക്സാമ്പിൾ നമ്മൾ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം ഈ മാർക്കറ്റ് കണ്ടിന്യൂസ് ഒരു ബൈ ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിസ്റ്റർ റീ എൻട്രി എടുക്കാവുന്നതാണ്. നമുക്കൊന്നെങ്കിൽ ഇവിടെ റീ എൻട്രി ചെയ്യുന്നു വരുന്നത് അത് നോക്കണമെന്നില്ല. അതിന് നല്ല നമ്മൾ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, റെഡ് സ്റ്റാർ. അതിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് രണ്ടാമത് നമുക്കതിനെ ബൈ ചെയ്തിടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ ഒരു ട്രേഡ് ഇവിടെ വെച്ച് നമ്മൾ പ്രോഫിറ്റായി. അത് കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് ചെയ്തു, നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. പിന്നെ കണ്ടോ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവലില്ല. ആ ലെവൽ വെച്ച് നിങ്ങൾക്ക് അവിടെ വെച്ച് നിങ്ങൾ റീ എൻട്രി ചെയ്യാവുന്നതാണ്. ആ ടൈമിലും ബാറും പ്രൈസൊക്കെ ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റ് ആയിട്ട് എടുക്കാം. ഇപ്പം നോക്കി ഇന്നെന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഡൗണിലോട്ട് പോവാണ്. ഇനി റെസിസ്റ്ററിനെ ബ്രേക്ക് ആണെങ്കിൽ കയറിപ്പോക്കോളാം. അപ്പോൾ ഒരു 80-90% ഇത് കൺഫേം തന്നെയാണ് അക്യുറസി വരുന്നത്. ഇത് 8ാമത്തെ വർഷമാണ്. നമ്മൾ ഇതൊരു 8 സ്ട്രാറ്റജീസാണ് ചെയ്തിരിക്കുന്നത്. പുതിയ സ്ട്രാറ്റജീസ് നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻ ഫ്രീ ആണ്. കൂടുതൽ അറിയണം, പഠിക്കാനും താല്പര്യമുണ്ടോ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.